Dear my channel viewers, welcome to the Voice of Marketing. Wish you all the best and success in your life. I invite all of you a new episode to face your challenge. Ready cash payment, maximum discount. ഈ പോളിസിയിൽ ഇരിക്കുന്ന ഡീലേഴ്സും കസ്റ്റമേഴ്സും എല്ലാം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവര് നല്ല ആൾക്കാരാണ്. അവർ ചിലപ്പോൾ ഒരു എക്സിക്യൂട്ടീവിൻ്റെ കയ്യിൽ നിന്ന് ഒരു കമ്പനിയുടെ കയ്യിൽ നിന്ന് മാക്സിമം ഡിസ്കൗണ്ട് വാങ്ങിച്ചെടുക്കും. മാക്സിമം ലെവൽ എന്തുമാത്രം ചെയ്യാൻ പറ്റുന്നോ അത്രമാത്രം അവർ ഡിസ്കൗണ്ട് വാങ്ങിച്ചെടുക്കും. പിന്നെ വലിയൊരു സംഭവം അവരുടെ മുന്നിലേക്ക് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ മുന്നിലേക്ക് വലിയൊരു കാര്യം വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. എന്താ, ഒരു ബൾക്ക് ഓർഡർ ആയിരിക്കും. 10 ലക്ഷത്തിൻ്റെ ഒരു ബൾക്ക് ഓർഡർ വെച്ച് മാക്സിമം ഡിസ്കൗണ്ട് വാങ്ങിക്കാൻ അവർ ശ്രമിക്കും. അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മാർക്കറ്റിൽ കൊണ്ടുപോയി ഒരു നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു മാർക്കറ്റിൽ അത്തരത്തിൽ ഒരു പാർട്ടിക്ക് അങ്ങനെ ഒരു ബൾക്ക് പർച്ചേസ് ചെയ്യുന്ന ഒരു പാർട്ടിക്ക് കൊടുക്കുമ്പോൾ മറ്റുള്ള ഡീലേഴ്സ് അവിടെ അടുത്തും പരിസരത്തൊക്കെ മറ്റുള്ള ഡീലേഴ്സ് കുറച്ച് ദൂരം മാറി ഉണ്ടാവും. അതിനേക്കാൾ വളരെ ഒരു ഡീലർ പ്രൈസിനേക്കാൾ താഴ്ത്തി അവർ വിറ്റാൽ മറ്റുള്ള ഡീലേഴ്സിന് അത് പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ വരും. കാരണം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് വാങ്ങിച്ചാൽ അതിൽ 50 രൂപയ്ക്ക് അവിടെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 35 രൂപയ്ക്ക് കിട്ടുന്നു. അപ്പോൾ കാരണം 35 രൂപയ്ക്ക് ഇയാൾക്ക് കിട്ടാൻ കാരണം എന്താണ്? നമ്മൾ കൂടുതൽ ഡിസ്കൗണ്ട് ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കാൻ കാരണം എന്താണ്? റെഡി പേയ്മെൻ്റ് ആണ്. പിന്നെ എന്താണ് കാര്യം? ഒരു ബൾക്ക് ഓർഡർ തന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പല സിറ്റുവേഷനിലും വരാറുണ്ട്. കാരണം ഇതുപോലെ ബൾക്ക് ഡീൽ ചെയ്യുന്ന കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒന്നും നോക്കാനില്ല. അദ്ദേഹത്തിന് നല്ലൊരു ഡിസ്കൗണ്ട് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. പേയ്മെൻറ്റ് കമ്പനിക്ക് നെഫ്റ്റ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ റെഡി ക്യാഷ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ തരുന്ന ചെക്ക് പെട്ടെന്ന് പാസ്സാവുന്നുണ്ട്. പക്ഷെ മാർക്കറ്റിൻ്റെ അവസ്ഥ മാറും. കാരണം ആ ഡീലർ മുഖാന്തരം ആ ഒരു സിറ്റിയിൽ അല്ലെങ്കിൽ അതിന് തൊട്ടപ്പുറത്തുള്ള സിറ്റിയിലും ആ പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നാൽ എല്ലാ ആളുകളും ഇദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കും. മറ്റുള്ള ഡീലർ പറയും പ്രൈസിൽ വ്യത്യാസമുണ്ട്, പ്രശ്നമുണ്ട്, നിങ്ങളുടെ പ്രോഡക്റ്റ് ഡീൽ ചെയ്യാൻ പറ്റില്ല. അത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ക്വാണ്ടിറ്റി സ്കീമുകൾ, ഇയർലി സ്കീമുകൾ കൊടുക്കാൻ പറ്റും ഇല്ലേ? നമുക്ക് വർഷത്തിലുള്ള സ്കീമുകൾ അല്ലെ, വിദേശ രാജ്യത്തിലെ ട്രിപ്പുകൾ കൊടുത്ത ഒരുവിധം ഡീലേഴ്സൊക്കെ വീണോളും. പുറത്തേക്ക് പോകാനുള്ള അവസരങ്ങൾ, സാധ്യതകളൊക്കെ കൊടുത്താൽ കൂടുതൽ ഡിസ്കൗണ്ട് കൊടുത്ത് മറ്റുള്ളവർക്കും ബിസിനസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് അത് ഉചിതമായിരിക്കില്ല. അങ്ങനെ വിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നാൽ റേറ്റ് കുറച്ച് കൊടുക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് ആ ഡീലേഴ്സിൻ്റെ അടുത്ത്, ബൾക്കായിട്ട് പർച്ചേസ് നടത്തുന്ന ഒരു ഡീലേഴ്സിൻ്റെ അടുത്ത് നമുക്ക് കാര്യങ്ങൾ ഉപദേശിക്കാം. എന്നിട്ടും അയാൾ ആ ഉപദേശം ഉൾക്കൊള്ളാതെ അതൊക്കെ കൂടുതൽ ലാഭം എടുക്കാമല്ലോ. അവർക്ക് മറ്റുള്ള ഡീലേഴ്സിന് കൊടുക്കുന്ന അതേ ഓഫറല്ല, അതേ ഡിസ്കൗണ്ട് സ്ട്രക്ചർ അല്ല കൊടുക്കുന്നത്. അവർക്ക് 50 കൊടുക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് 60 കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ലാഭം അയാൾ എടുത്തോട്ടെ, അവർ വിൽക്കുന്ന റേറ്റിൽ തന്നെ കൊടുക്കാവുള്ളൂ. അവരുടെ കസ്റ്റമറെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് മൊത്തത്തിൽ മാർക്കറ്റ് കൊളാക്കുന്ന ഒരു അവസ്ഥയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായും അങ്ങനെയുള്ള ഡീലേഴ്സിനെ ഒഴിവാക്കണം. മറ്റുള്ള ഡീലർ വിൽക്കുന്ന അതേ റേറ്റിൽ മാത്രമാണ് എൻഡ് കൺസ്യൂമറിന് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള കൃത്യമായിട്ട് കറക്റ്റായ സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ ഒരു മാനേജ്മെൻറ്റിനും ആ എക്സിക്യൂട്ടീവ്സിനും കഴിഞ്ഞിരിക്കണം. ഫോളോ അപ്പിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇനി ഫോളോ അപ്പിൻ്റെ ഏതെങ്കിലും മേഖലകളെക്കുറിച്ച് ഞാൻ ടച്ച് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. അടുത്ത എപ്പിസോഡിൽ ഓർഡർ സെക്ഷനെ കുറിച്ചുള്ള, ഓർഡർ എടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള, ഓർഡർ എടുത്ത ശേഷം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അന്ന് പറഞ്ഞ പോലെ ഒരു ഹൈവേ പോലെ നമുക്ക് വീണ്ടും സഞ്ചരിക്കാം. ഓൾ ദ ബെസ്റ്റ്.